ശ്രീലങ്കയിലെ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം മാതിലെ ജില്ലയിലുള്ള ദംബുള്ള ബുദ്ധ ഗോൾഡൻ ടെമ്പിൾ കാണണം എന്നതാണ് ഇന്നത്തെ യാത്രയുടെ ലക്ഷ്യം. ശ്രീലങ്കയിലെ ബുദ്ധമതത്തിലെ ഒരു പ്രധാന ആരാധനാലയമാണ് ദംബുള്ള. 2 സഹസ്രാബ്ദത്തിലേറെയായി ബുദ്ധമത ആചാരാനുഷ്ഠാനങ്ങളുടെയും തീർത്ഥാടനത്തിൻ്റെയും വ്യാപകമായ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഇടമാണിത്. ശ്രീലങ്കയിലെ ഏറ്റവും വലിയ സംരക്ഷിത ഗുഹാക്ഷേത്ര സമുച്ചയത്തിൻ്റെ തുടക്കമാണിത്. ഗോൾഡൻ ടെമ്പിൾ എത്താറായപ്പോൾ പൂജാദ്രവ്യങ്ങൾ വിൽക്കുന്ന വഴിയോര കച്ചവടക്കാരെ കാണാനായി. വെറ്റിലയും പലതരത്തിലുള്ള പഴങ്ങളും താമരപ്പൂവും നീലയും വെള്ളയും നിറമുള്ള ലില്ലിപ്പൂക്കളും നിരത്തി വെച്ചിരിക്കുന്നു. ആദ്യം ചെന്നത് ശ്രീബുദ്ധൻ 7 മുദ്രകളിൽ ഇരിക്കുന്ന ഒരു പഗോഡയിലേക്കാണ്. രക്ഷയുടെ പ്രതീകമായ അഭയമുദ്ര, ബുദ്ധന്റെ ബോധോദയത്തെ പ്രതിനിധീകരിക്കുന്ന ഭൂമി സ്പർശമുദ്ര, ധ്യാനത്തിന്റെയും ആന്തരിക ശാന്തിയുടെയും പ്രതീകമായ ധ്യാനമുദ്ര, ഉപദേശത്തിന്റെയും സംവാദത്തിന്റെയും ചിഹ്നമായ വിതർക്കമുദ്ര, അനുഗ്രഹത്തിന്റെയും കൃപാപ്രദാനത്തിന്റെയും പ്രതീകമായ വരദമുദ്ര, ബുദ്ധന്റെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന്റെ ചിഹ്നം കൂടിയായ ധർമ്മചക്രമുദ്ര, സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും ചിഹ്നമായ അഞ്ജലി മുദ്ര. ഇവയാണ് 7 മുദ്രകൾ. താമരയുടെ നടുക്കുള്ള കിഴങ്ങ് കുരങ്ങന്മാർ ഭക്ഷിക്കാറുണ്ടെന്ന് വരുന്ന വഴിക്ക് തന്നെ ഞങ്ങളുടെ ഗൈഡ് രജിത് മെൻഡിസ് പറഞ്ഞിരുന്നു. പുറത്തേക്കിറങ്ങിയപ്പോഴാണ് അത് കാണാൻ സാധിച്ചത്. കയ്യിൽ കരുതിയ നീല ലില്ലിപ്പൂക്കൾ പഗോഡയ്ക്ക് ചുറ്റുമായി കണ്ട ബുദ്ധവിഗ്രഹങ്ങളിൽ അർപ്പിച്ചു. ശ്രീലങ്കയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്രം 1991 ലോക പൈതൃക കേന്ദ്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതിനു ചുറ്റുമുള്ള പ്രദേശത്ത് 80-ലധികം ഗുഹകളുണ്ട്. പ്രധാന ആകർഷണങ്ങൾ 5 ഗുഹകളിലായി വ്യാപിച്ചു കിടക്കുന്നു. അവയിൽ പ്രതിമകളും ചിത്രങ്ങളുമുണ്ട്. ഈ ചിത്രങ്ങളും പ്രതിമകളും ഗൗതമ ബുദ്ധനുമായും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. വിശാലമായ നീലാകാശത്തെ പശ്ചാത്തലമാക്കി തലയുയർത്തി നിൽക്കുന്ന ശ്രീബുദ്ധൻ്റെ സുവർണ പ്രതിമ ഏതൊരു സഞ്ചാരിയെയും അത്ഭുതപ്പെടുത്തും. ബുദ്ധപ്രതിമയ്ക്ക് താഴെയായി കാണുന്ന കെട്ടിടം പ്രശസ്തമായ മ്യൂസിയമാണ്. ദംബുള്ള ഗുഹാലയവുമായി ചേർന്ന് നിൽക്കുന്ന ഈ മ്യൂസിയം ബുദ്ധമതത്തിൻ്റെ പുരാതനതയും ശ്രീലങ്കൻ ബൗദ്ധ സാംസ്കാരിക പാരമ്പര്യത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. മ്യൂസിയത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് വിവിധ കാലഘട്ടങ്ങളിലെ ബുദ്ധമൂർത്തികളുടെ ശില്പകലാ നൈപുണ്യം. പഴയ ഹസ്തചിത്രങ്ങൾ, പുരാതന സമ്പത്തുകൾ, ബുദ്ധമതത്തിലെ മതചിഹ്നങ്ങൾ, ചരിത്രപരമായ രേഖകൾ തുടങ്ങി അനേകം വസ്തുക്കൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ശ്രീലങ്കയിലെ ബുദ്ധമത വ്യാപനത്തിൻ്റെയും ദംബുള്ളയുടെ ആത്മീയ പ്രസക്തിയുടെയും തെളിവുകൾ ഈ മ്യൂസിയം സംരക്ഷിക്കുന്നു. ഇന്ത്യ, ടിബറ്റ്, തായ്ലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബൗദ്ധശില്പങ്ങൾ, നാണയങ്ങൾ, ഗ്രന്ഥങ്ങൾ എന്നിവയും ഇവിടെ കാണാം. മ്യൂസിയത്തിലെ ബുദ്ധവിഗ്രഹങ്ങളുടെ ലഘുരൂപങ്ങൾ അവയുടെ ഉത്ഭവ രാജ്യങ്ങൾ അടയാളപ്പെടുത്തുന്ന രീതിയിൽ നിരത്തിയിട്ടുണ്ട്. ഓരോ ദേശത്തെയും ബൗദ്ധകലയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന കാഴ്ചകളാണ് അവയെല്ലാം. ബൗദ്ധ രീതികളുടെയും ചരിത്രപരമായ സംഭവങ്ങളുടെയും ദൃശ്യവിരുന്നൊരുക്കുന്ന ഈ മ്യൂസിയം സന്ദർശകർക്ക് ആത്മീയമായും അറിവ് നൽകുന്ന വണ്ണം ഒരു അനുഭവമായി മാറുന്നു. ഗുഹാഗണങ്ങളിലേക്കുള്ള പ്രവേശനത്തിന് മുൻപായി സന്ദർശിക്കാൻ കഴിയുന്ന ഈ മ്യൂസിയം ദംബുള്ള സന്ദർശനത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു.
മ്യൂസിയത്തിനരികിലൂടെ നിർമ്മിച്ചിരിക്കുന്ന പടിക്കെട്ടുകൾ കയറിയാൽ ധ്യാനത്തിൽ ലീനമായ നിലയിലും വിധേയത്വം പ്രകടമാകുന്ന രീതിയിലും ബുദ്ധശിഷ്യന്മാരുടെ നീണ്ട നിര കാണാം. ഈ ശില്പങ്ങൾ ബുദ്ധമതത്തിലെ ഗുരുശിഷ്യബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണമായ 100 അടിയോളം ഉയരം വരുന്ന സുവർണ ബുദ്ധപ്രതിമ. ധ്യാനമുദ്രയിലുള്ള ശ്രീബുദ്ധൻ്റെ ഈ പ്രതിമ സമാധാനത്തിൻ്റെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ഇത് ശ്രീലങ്കയിലെ ഏറ്റവും ഉയരമുള്ള ബുദ്ധപ്രതിമകളിൽ ഒന്നാണ്. ദംബുള്ളയിലൂടെ കടന്നു പോകുന്ന ഏതൊരു സഞ്ചാരിക്കും ഒഴിവാക്കാനാവാത്ത ഒരിടമാണ് ഈ സുവർണ ക്ഷേത്രം.